ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ വീഡിയോ ഹൈലൻ ഷീറ്റ് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പുതിയ സ്വിച്ചും അതേപോലെ സോക്കറ്റും ഇൻഡിക്കേറ്ററും വെക്കുന്നതാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഷീറ്റ് 10 ഹൈലം ഷീറ്റാണ്. അതായത് പഴയ ടൈപ്പ് 10 ഹൈലം ഷീറ്റാണ് എടുത്തേക്കുന്നത്. ഇതിൽ 2 സോക്കറ്റും അതേപോലെ 5 സ്വിച്ചുകളും 2 ഇൻഡിക്കേറ്ററുകളും വരുന്നുണ്ട്. അതായത് ഒരു സ്വിച്ചിന് ഒരു ഇൻഡിക്കേറ്റർ, അല്ല ഒരു സ്വിച്ച് അല്ല, ഒരു സോക്കറ്റിന് ഒരു ഇൻഡിക്കേറ്റർ, അതേപോലെ അടുത്ത സോക്കറ്റിനും അടുത്ത ഇൻഡിക്കേറ്റർ, അങ്ങനെ അതിൻ്റെ 2 സ്വിച്ചുകളും അല്ലാതെ 3 കൺട്രോൾ സ്വിച്ചുകളുമാണ് വരുന്നത്. അതായത് ലൈറ്റിൻ്റെ അതുപോലെ ഫാനും ഒക്കെ വരുന്നത് 3 സ്വിച്ചുകളാണ് വെച്ചേക്കുന്നത്. നമ്മളിത് 10 ഷീറ്റ് എടുത്തേക്കുന്നത്. അതേപോലെ മില്യൻ്റെ ഓൾഡ് ടൈപ്പ് സോക്കറ്റും സ്വിച്ചും ഇൻഡിക്കേറ്ററുമാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്ത് ഇതേപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്വിച്ചും സോക്കറ്റും ഇൻഡിക്കേറ്ററും നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരേ അളവിനാണ് കട്ട് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഇനി വേണമെങ്കിലും 2 സ്വിച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോവും. ഹൈലൻ ഷീറ്റിൻ്റെ ഒരു കുഴപ്പമാണ്. അതായത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പഞ്ചിങ് ആയതുകൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ നമുക്കിത് ഇത്രയും വേണ്ടത് കൊണ്ട് നമ്മൾ ഒരു അഡ്ജസ്റ്റ് രീതി കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ എല്ലാം പുതിയ മോഡൽ മെറ്റലിൻ്റെ ആയതുകൊണ്ടും അതേപോലെ മോഡുലർ സ്വിച്ചുകളും ആയതുകൊണ്ടും ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എങ്കിലും കസ്റ്റമറിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ പഴയ വീട്ടുകളിൽ നമ്മൾ ഇത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം നീണ്ടു നിൽക്കുന്നവയും ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കണം ഇത് തന്നെ വെക്കാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് നമ്മൾ ഹൈലം കട്ട് ചെയ്ത് നമ്മൾ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ എങ്ങും ഹൈലം കട്ട് ചെയ്ത് കിട്ടുന്നില്ല. പക്ഷേ എങ്കിലും നമ്മളത് കണ്ടെത്തി അങ്ങനെ കട്ട് ചെയ്ത് എടുത്തതാണ്. അതായത് 10 അതായത് ഓൾഡ് ടൈപ്പ് ബോക്സാണ്. അതായത് തടി കൊണ്ടുള്ള ബോക്സാണ്. തടി കൊണ്ടുള്ള ഓപ്പൺ ബോക്സ് ഉള്ളത് കൊണ്ടാണ്, അത് ബോക്സിനൊന്നും ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഈ ഹൈലം തന്നെയാണ് കയറ്റുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ 2 സോക്കറ്റിൻ്റെ കൂടെ കൂട്ടി നമ്മൾ 5 സ്വിച്ചാണ് വരുന്നത്. അങ്ങനെ ബോർഡ് വയറിങ് ചെയ്തിട്ടുണ്ട്. അതായത് സോക്കറ്റിൽ നിന്നും സ്വിച്ചിലോട്ടും അതേപോലെ ഇൻഡിക്കേറ്ററിലോട്ടും ഉള്ളത്. അപ്പം ഇതിൽ വരുന്നത് സ്വിച്ചിൻ്റെ മുകളിലത്തെ ടെർമിനലിൽ നിന്ന് നേരെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ടെർമിനൽ കയറി അതിൽ നിന്ന് തന്നെ ലൂപ്പായി സോക്കറ്റിലോട്ടാണ് വരുന്നത്. ഇതേപോലെ സോക്കറ്റിലോട്ടാണ് വരുന്നത്. സോക്കറ്റിൻ്റെ വലതേ സൈഡ് ടെർമിനലിലോട്ടാണ് വരുന്നത്. അതായത് വലതേ സൈഡിലോട്ടാണ് വരുന്നത്. എപ്പോഴും സോക്കറ്റിൻ്റെ വലതേ സൈഡിലായിരിക്കണം. അതേപോലെ ന്യൂട്രും നമ്മൾ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സോക്കറ്റിൻ്റെ ഇടത് സൈഡിൽ നിന്ന് നേരെ ഇൻഡിക്കേറ്ററിലോട്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ സോക്കറ്റിൻ്റെ അതുപോലെ തന്നെ കൊടുത്തിരുന്നു. വലത്ത് നിന്ന് നേരെ ഇൻഡിക്കേറ്ററിൽ വരുന്നു. ഇൻഡിക്കേറ്ററിൽ നേരെ സ്വിച്ചിൻ്റെ മുകളിൽ ടെർമിനൽ വരുന്നു. താഴത്തെ ടെർമിനലെല്ലാം നമുക്ക് ഫേസ് കയറേണ്ട ടെർമിനലാണ്. താഴത്തെ ഈ ടെർമിനലുകളെല്ലാം സ്വിച്ചിൻ്റെ ഫേസ് കയറേണ്ടതാണ്. കൺട്രോളിൻ്റെ എല്ലാം ഫേസ് കയറേണ്ടതാണ്. അതും നമ്മൾ ലൂപ്പ് ചെയ്താണ് നമ്മൾ കൊടുക്കേണ്ടത്. സോക്കറ്റുകൾക്ക് നമ്മൾ ഇതേപോലെ സ്വിച്ചിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് സോക്കറ്റിൽ തന്നെ അതിൻ്റെ മാർക്കിങ് ചെയ്തിട്ടുണ്ട്. എല്ലെന്നും എന്നെന്നും എർത്തുനിന്നും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 2 സോക്കറ്റിനും ലൂപ്പ് ചെയ്ത് അതേപോലെ എർത്തിങ്ങും ഇതേപോലെ കൊടുക്കണം. ഇതേപോലെ ഏറ്റവും മുകളിലത്തെ സോക്കറ്റിന് ഏറ്റവും മുകളിൽ കാണുന്നതാണ് എർത്തിങ് വരുന്നത്. വലത്ത് കാണുന്നത് ഫേസ് കയറാനും അതേപോലെ ഇടത്ത് ന്യൂട്രുമാണ്. അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും ഫേസും കയറ്റി കൊടുത്തു. അതായത് സ്വിച്ചുകളുടെ അടിയിലെല്ലാം സ്വിച്ചിൻ്റെ അടി ടെർമിനലെല്ലാം നമ്മൾ ഫേസ് ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഫേസ് കയറി ഇറങ്ങി എല്ലാ സ്വിച്ചിൻ്റെയും അടി ടെർമിനലിൽ എത്താനാണ്. എങ്കിൽ മാത്രമേ സ്വിച്ച് ഓൺ പൊസിഷനിലാകുമ്പോൾ മുകളിലത്തെ ടെർമിനലിലോട്ട് സപ്ലൈ ചാലുവാകത്തുള്ളൂ. ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞത്, ബോർഡ് വെയർ ചെയ്ത് വന്നപ്പോൾ റെഡ് കളറെല്ലാം നമ്മൾ സോക്കറ്റുകൾക്ക് ഉപയോഗിക്കുകയും അതേപോലെ ഫേസ് എല്ലാം ബ്ലാക്കും ആയിപ്പോയി. യഥാർത്ഥത്തിൽ തിരിച്ചായിരുന്നു വരേണ്ടത്. പക്ഷേ എന്തായാലും ഇങ്ങനെ പറ്റിപ്പോയി. റെഡ് കളറെല്ലാം ഫേസിനാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ബ്ലാക്ക് ഇതേപോലെ ന്യൂട്രനുമാണ് കൊടുക്കുന്നത്. പക്ഷേ ബോർഡ് വെയർ ചെയ്തപ്പം തിരിഞ്ഞു പോയി. അതൊന്ന് ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ എല്ലാ ഫേസിലും കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ താഴത്തെ ടെർമിനൽ, അടിയിലത്തെ ടെർമിനലിൽ നമ്മൾ ഫേസ് കൊടുത്തു. ഏറ്റവും മുകളിലത്തേതിൽ നമ്മൾ കൺട്രോളിംഗ് ആണ് വരുന്നത്. ഇപ്പോൾ സോക്കറ്റിൻ്റെയാണ് ഈ റെഡ് കളർ കിടക്കുന്നത്. സോക്കറ്റും ഇൻഡിക്കേറ്ററിൻ്റെയും സ്വിച്ചിൻ്റെയാണ് ഇത് റെഡ് കളർ കിടക്കുന്നത്. ബ്ലാക്ക് എല്ലാം നമ്മൾ ഫേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ 2 സ്വിച്ചും സോക്കറ്റിൻ്റെ 2 സ്വിച്ചും അതേപോലെ 2 ഇൻഡിക്കേറ്ററും സോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 സ്വിച്ചുകൾ വരുന്ന 3 കൺട്രോൾ ലൈനാണ്. ആദ്യത്തെ സോക്കറ്റിൻ്റെ സ്വിച്ച് ഇതാണ്. രണ്ടാമത്തെ വരുന്നത് താഴെയാണ് വരുന്നത്. കാരണം അതിൻ്റെ വലത് സൈഡിലോട്ട് വെട്ടാൻ
പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ബാക്കി ഈ 3 സ്വിച്ചുകളും കൺട്രോളിംഗ് ആയിട്ടാണ് വരുന്നത്. അതായത് 2 ലാമ്പും ഒരു ഫാനിൻ്റെയുമായിട്ടാണ് വരുന്നത്. ഫാനിൻ്റെ റെഗുലേറ്റർ നമ്മൾ ഓൾഡ് ടൈപ്പാണ് വെക്കുന്നത്. അതായത് ഓൾഡ് ടൈപ്പ് വലുതല്ല, ഓവർ വലുതല്ല, എങ്കിലും അതിൻ്റെ ഒരു മീഡിയം ടൈപ്പാണ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. 90 രൂപയേ ഉള്ളൂ. നമ്മൾ അതേപോലെ ഫേസ് ലൂപ്പ് ചെയ്യാൻ നേരത്ത് ഇതേപോലെ സ്ലീവ് കളഞ്ഞ് ഡയറക്റ്റ് ഇങ്ങനെ കയറ്റി വിടരുത്. ഇതിപ്പം ബ്ലാക്ക് വയർ ചെയ്തേക്കുന്നുണ്ട്, ലൂപ്പ് ചെയ്ത് വേണം കൊടുക്കാൻ. കാരണം സ്ലീവ് കളഞ്ഞ് ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. കാരണം പലയിടത്തും മെറ്റൽ ബോർഡിൻ്റെ അകത്തായാൽ പോലും പലയിടത്തും മെറ്റൽ ബോർഡുമായിട്ട് ഏതെങ്കിലും ഒരു കമ്പി ടച്ചായി കഴിഞ്ഞാൽ ട്രിപ്പ് ആവാനുള്ള ചാൻസും, അതേപോലെ ഇതിൻ്റെ സ്ക്രൂ ഇട്ട് മുറുക്കുന്ന ഭാഗത്ത് മുട്ടിയാൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ സ്ലീവ് കളഞ്ഞ് കമ്പി കയറ്റി ഫേസ് ലൈൻ സ്വിച്ചിൻ്റെ താഴത്തെ ടെർമിനൽ കൊടുക്കാൻ നിൽക്കരുത്. ഇതേപോലെ ലൂപ്പ് ചെയ്ത് വേണം കൊടുക്കാൻ. എങ്കിൽ മാത്രമേ അത് സേഫായിട്ടിരിക്കത്തുള്ളൂ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, സ്ലീവ് കളഞ്ഞ് കൊടുക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ കണക്ഷൻ കൊടുത്തു. ഇനി സ്വിച്ച് ബോർഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്താൽ മതി. ഒരു സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഇത് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിൾ കണക്ഷനാണ്. കണക്ഷൻസ് സിമ്പിളായിട്ട് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് സ്വയമേ ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.